ഹായ് ഹലോ. അപ്പോൾ ഒത്തിരി നാളായിട്ട് വിചാരിക്കായിരുന്നു കേട്ടോ ഒരു ഇന്ത്യൻ ഫുഡ് കഴിക്കണം എന്ന് ഓർത്തിട്ട്. പക്ഷേ എനിക്ക് ശരിക്കും എൻ്റെ മൈൻഡിൽ കേരള ഫുഡ് കഴിക്കണം എന്നാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കേരള റെസ്റ്റോറൻ്റ് ഇല്ല, ഉള്ളി ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉള്ളൂ. മെനു ഒക്കെ തന്നു. അതിന് മെനു ഒക്കെ നോക്കി ഞാൻ വിചാരിച്ചു എപ്പോഴും ബിരിയാണിയാണ് കഴിക്കുന്നത്, എപ്പോഴും മാറ്റി പിടിക്കാമെന്നൊക്കെ ഓർത്ത് പുതിയ സാധനം ട്രൈ ചെയ്യാനൊക്കെ ഓർത്തിട്ടും നടന്നില്ല. അവസാനം കറങ്ങി തിരിഞ്ഞ് ബിരിയാണി തന്നെ വന്നു. അങ്ങനെ ബിരിയാണിയും ഞാൻ മാംഗോ ലേസിയും കൂടി ഓർഡർ ചെയ്തു. ഫസ്റ്റ് നമ്മുടെ മാംഗോ ലേസി വന്നതുകൊണ്ട് അത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ വിചാരിച്ചു എന്താ പറയുക, നമ്മുടെ നാട്ടിലത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. എന്നിരുന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഞാൻ ഭയങ്കര ഒരു ബിരിയാണി പ്രാന്തി കേട്ടോ. എനിക്ക് എത്ര ബിരിയാണി കിട്ടിയാലും ഞാൻ കഴിക്കും. പക്ഷേ എനിക്ക് ബിരിയാണിയിൽ ഞാൻ കണ്ടിട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നെങ്കിൽ പോലും അച്ചാറും എന്താ പറയുക നമ്മുടെ സലാഡും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മുടെ സലാഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ എന്താ പറയുക ഒനിയനെല്ലാം ഇടുന്നത് നല്ല അടിപൊളിയായിട്ടാണ് ഇടുന്നത്. അതുപോലെ ഈ അച്ചാർ എനിക്ക് അവർ തന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ച് മേടിക്കുകയത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഞാൻ ചോദിച്ചു നമ്മുടെ നാട്ടിൽ ബിരിയാണി ഇങ്ങനെ നമുക്കിങ്ങനെ ലെഗ് പീസും വലിയ പീസായിട്ട്, ഇത് ഇവരിങ്ങനെ ഭയങ്കര ചെറുതായിട്ടാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കഴിച്ചതിലായിട്ട് നല്ല ബിരിയാണി ഇതാട്ടോ. കൊള്ളാം, നല്ല അടിപൊളി ടേസ്റ്റ്. എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് വൈകിട്ട് നമുക്ക് എന്താ പറയുക ചിക്കൻ ഗ്രില്ല് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഈ ഗ്രില്ല് ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത്. പുറത്തിട്ട് അങ്ങോട്ട് നല്ലോണം പുകയ്ക്കുകയാണ് പുള്ളി. അപ്പം അങ്ങനെ എന്താ പറയുക, ഞാൻ പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ച് സെറ്റ് ചെയ്തു, ടേബിളൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ എന്താ പറയുക പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ആദ്യമായിട്ട് ഞങ്ങൾ പുറത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇത്ര നാൾ വിൻ്ററൊക്കെ ആയതുകൊണ്ട് അങ്ങനെ എപ്പോഴും അകത്തിരുന്ന് ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഇപ്പം എന്താ പറയുക സമ്മറൊക്കെ ആയതുകൊണ്ട് നമ്മൾ അകത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ പോയി